ഹായ് ഫ്രണ്ട്സ്, A2Z Fari വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നല്ല നാടൻ ദം പൊറോട്ടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ദം പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഇവിടെ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഗ്രേവി അല്ലെങ്കിൽ നമ്മളെ മുട്ട റോസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം ബീഫ് എല്ലോടുകൂടിയുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളത് ബീഫ് വെന്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല റെഡിയാക്കണം. അതിന് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുണ്ടെങ്കിൽ അതിലേക്ക് വെച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, ഒരു 2 പച്ചമുളക്, 1 ടീസ്പൂണ് ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 നമ്മളെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഫസ്റ്റ് ഇട്ടിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവുക. 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. അതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫിന് ഉപ്പിട്ടതാണ്. അപ്പോൾ നമുക്ക് മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ചൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്ന വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. നല്ലോണം വെന്തുടയണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നല്ലോണം ഡ്രൈ ആക്കി എടുക്കണ്ട. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും കൂടിയിട്ട് ഇതിൽ കയറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പം നമ്മളത് ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മുടെ നല്ലോണം ആ റോസ്റ്റൊക്കെ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നന്നായി ഡ്രൈ ആക്കണ്ട. നമുക്കിത് പൊറോട്ടൻ്റെ മേലെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊറോട്ട ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീഫ് റോസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് റോസ്റ്റും അതിൻ്റെ മേലെയായിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോ ലെയറിൽ ഓരോ മസാല ആക്കാം. ഒന്നിൽ ബീഫ് റോസ്റ്റിൻ്റെ മസാല, ഒന്നിൽ ചിക്കൻ റോസ്റ്റിൻ്റെ മസാല. പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊറോട്ടയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ഇതിന് ശരിക്കും മൺചട്ടിൻ്റെ ഉള്ളിൽ വാഴയില വെച്ചിട്ടാണ് നമുക്ക് ദം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് വാഴയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ മസാല ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാഴയില കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മൺചട്ടിൻ്റെ ഉള്ളിൽ ആദ്യം വാഴയില വെക്കാം. മസാല അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് മസാല ആണെങ്കിൽ ഫസ്റ്റ് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പൊറോട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് ബീഫ് റോസ്റ്റ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ്.
ഇതന്നെ കൂട്ടി ഒറ്റ മസാല കൂട്ടി കഴിക്കാൻ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാ ലെയറും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഇതിൻ്റെ മേലായിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ അത് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ വെക്കാം. ഇതുപോലെ കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഇത്രയും റോസ്റ്റ് ആക്കണ്ട, കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കിയാൽ മതി. ഇതിൻ്റെ മേലെ കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടി വിട്ടുകൊടുക്കാം. വാഴയില വെച്ചിട്ട് വേണം ഇത് ശരിക്കും കവർ ചെയ്ത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് വാഴയില ഇല്ലാത്തതുകൊണ്ട് ഒരു ഫോയിൽ വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്, നമുക്കൊരു 5-10 മിനിറ്റ് മതി ഇത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അപ്പം നമ്മൾ നല്ല ദം പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല പട്ട പോലത്തെ ദം പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അളവിൽ ഞാനൊരു 6 പൊറോട്ടയാണ് ദം ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൊറോട്ട എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ദം പൊറോട്ട ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വാഴയില ഉണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ ഉപയോഗിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.